നമസ്തേ. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പാടിയ മഹാകവി വള്ളത്തോളിന്റെ നാടാണിത്. പക്ഷേ ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന് ഭാരതം എന്ന് കേട്ടാൽ ഹലാലുളകുന്ന അവസ്ഥയായിരിക്കുന്നു. ഭാരതമാതാവിന്റെ ചിത്രം കണ്ടാലും കാവി നിറം കണ്ടാലും അവർക്ക് ചുവപ്പ് കണ്ട കാളയെ പോലെ വെകിളി കയറുകയും ചെയ്യും. അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് തലസ്ഥാനത്ത് നാം കണ്ടത്. ഭാരതമാതാവിന്റെ ചിത്രം വേദിയിൽ ഉണ്ട് എന്നതിന്റെ പേരിൽ രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിന ആഘോഷത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ തരംതാണ നടപടി എന്ന് തന്നെ വേണം പറയാൻ. ഫലത്തിൽ അതൊരു ബഹിഷ്കരണം തന്നെയാണ്. ചിത്രം മാറ്റണമെന്ന ആവശ്യം നിരാകരിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്ഭവന്റെ അന്തസ്സും മാന്യതയും ഉയർത്തിപ്പിടിക്കുകയും ഭാരതമാതാവിനോടുള്ള ആദരം അടിവരയിട്ട് പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്ഭവനിലെ പരിപാടികൾ എങ്ങനെ നടത്തണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കും എന്നതായിരുന്നു ആ ധീര നിലപാട്. ഇതിന്റെ കെട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഭാരതാംബ ഭരണഘടനയിൽ ഉണ്ടോ എന്നറിയാൻ കമ്മ്യൂണിസ്റ്റ് എം പി സന്തോഷ് കുമാർ പാർലമെന്റിലെ ലൈബ്രറിയിലെ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി ഒന്ന് നോക്കി. മോദി എണ്ണൻ ഏതെങ്കിലും കൃത്രിമം കാണിച്ചതായിരിക്കും ഇപ്പോൾ കിട്ടുന്ന ഭരണഘടനകൾ എന്ന പേടിയിലാണ് പ്രേം ബിഹാരി നാരായണൻ റേസാര കൈപ്പടയിൽ എഴുതി നന്ദലാൽ ബോസ് ചിത്രങ്ങൾ വരച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഗത്ഭർ ഒപ്പിട്ട ഒറിജിനൽ തന്നെ കാണാൻ തീരുമാനിച്ചത്. ഭാരതാംബയെ കാണല്ലേ എന്ന സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് എല്ലാ ആഗ്രഹത്തോടും മാർക്സിനെ പ്രാർത്ഥിച്ചുകൊണ്ടും ഭരണഘടന തുറന്നതും ഷോക്കേറ്റതുപോലെ സന്തോഷ് അണ്ണൻ ഒന്ന് ഞെട്ടി. ഭാരതാംബയെ തേടി ചെന്നപ്പോൾ ദാ കിടക്കുന്നു അതിനേക്കാൾ വലിയ സാധനങ്ങൾ. ഭഗവത്ഗീത, ശിവജി മഹാഭാരതം, രാമായണം, ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങി സർവ ഹിന്ദു സംഗീ ചിഹ്നങ്ങളും ഓരോ അധ്യായത്തിലും വരച്ചു വെച്ചിരിക്കുന്നു. താൻ ഇത് കണ്ടത് മറ്റാരെങ്കിലും കണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കി ഭരണഘടന അടച്ചു വെച്ചു. പറ്റിയ അബദ്ധം മറച്ചു വെച്ച് പാർലമെന്റ് ഹൗസിലെ ക്യാൻറ്റീനിൽ നിന്നും ചായ കുടിച്ച് ടിയാൻ പുറത്തിറങ്ങി. അപ്പോഴാണ് എം പി ഓർത്തത് കേരള സംഘി ഗവർണറെ ഉടൻ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് നൽകാൻ തയ്യാറാക്കിയ പരാതി നൽകിയില്ലെങ്കിൽ തിരികെ ചെല്ലുമ്പോൾ ബിനോയ് വിശ്വം വഴക്ക് പറയുമല്ലോ എന്ന്. ഉടൻ തന്നെ ഓട്ടോ പിടിച്ച് രാഷ്ട്രപതി ഭവനിലെത്തി. അകത്ത് കയറി ചെന്നപ്പോൾ ദാ അവിടുത്തെ ഭിത്തിയിൽ കേരള ഗവർണറുടെ ഭാരതാംബയുടെ ഇരട്ട് വലിപ്പമുള്ള മറ്റൊരു ഭാരതാംബ. ലോഹ്യം പറഞ്ഞ് എം പി പുറത്തിറങ്ങി. ഇനിയും കേരള ഗവർണറെ പുറത്താക്കാൻ ലോക കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ച് അദ്ദേഹം നടന്നു നീങ്ങി. സത്യത്തിൽ ഗവർണർമാരെല്ലാം ഏറാൻ മൂടുകളാണെന്ന സത്യം മനസ്സിലാക്കാത്ത ഇക്കൂട്ടർക്ക് ഇനിയും നേരം പുലർന്നിട്ടില്ല. ഗവർണർമാരുമായും രാജ്ഭവനുമായും രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ശൈലി തുടരുന്ന കേരളത്തിലെ ഇടത് സർക്കാർ ഓരോ തവണയും സ്വയം നാണം കിടന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് അനാവശ്യ വിവാദങ്ങളിലേക്ക് പിന്നെയും ചെന്ന് ചാടുകയും ചെയ്യുന്നുണ്ട്. പഹൽഗാം പ്രശ്നവും അതിന് ഭാരതം പാകിസ്ഥാന് കൊടുത്ത കനത്ത തിരിച്ചടിയും വഴി ഭാരതീയരിൽ ദേശീയബോധം ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഭാരതാംബയെ അവഗണിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ ഈ സർക്കാരിന് കഴിയുന്നത് അടുത്തു വരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലെ രാഷ്ട്രീയ നേട്ടം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം. പക്ഷെ രാഷ്ട്രപതി മറ്റെല്ലാത്തിനും മേലെ കാണുന്ന ഭാരതപുത്രർക്ക് വോട്ടിനും അധികാരത്തിനും അപ്പുറമുള്ള വികാരമാണ് ഭാരത മാതാവിനോടുള്ള ആദരം. അവരുടെ രാഷ്ട്രസ്നേഹത്തിന് നിറമോ രാഷ്ട്രീയ ചിന്തയോ ജാതിമത ചിന്തകളോ ഒന്നുമല്ല. ആ നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ മനസ്സിൽ ദേശീയ ബോധം വേണം. ഇന്നത്തെ പ്രതിപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. എന്തൊക്കെയായാലും ഭാരത മാതാവ് ആദരിക്കപ്പെടുക തന്നെ ചെയ്യും. തമസ്കരിക്കപ്പെട്ട ചരിത്രങ്ങൾ വെളിച്ചം കാണും. ഭാരതത്തിന്റെ മഹത്വം ലോകമറിയും. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടും. അതിൽ ആർക്കും അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല. വിഭാഗീയതയുടെയും വിഘടനവാദത്തിന്റെയും മതസ്പർദ്ധയുടെയും ജാതി വിവേചനത്തിന്റെയും വിത്തിന് മുളച്ചു വളരാൻ വരും കാലത്ത് കാര്യമായ വളക്കൂറുള്ള മണ്ണാരകുകയില്ല ഭാരതത്തിന്റേത്. രാഷ്ട്രം ആ ദിശയിലേക്ക് നീങ്ങുമ്പോൾ മാറ്റങ്ങൾ അറിയാതെയും ഉൾക്കൊള്ളാതെയും ചക്കിന് കിട്ടിയ മൃഗത്തെ പോലെ ഒരേ ചാലയിലൂടെ വട്ടം കറങ്ങുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ.